ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഒരു ശീമച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെ ശീമച്ചക്ക എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ കൊല്ലം ജില്ലയിലൊക്കെ ശീമച്ചക്ക എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ സീസണായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പഴയതുപോലെ വീടുകളിലൊന്നും ശീമപ്ലാവില്ലല്ലോ. പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലും ഒക്കെ നമുക്ക് ശീമപ്ലാവുണ്ട്. അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ തറയിൽ വീണ് കിടക്കുന്നത് നമുക്ക് പറക്കിക്കൊണ്ട് വരാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവർക്കും വലിയ സ്ഥലമൊന്നുമില്ലല്ലോ, സ്ഥല സൗകര്യമൊന്നുമില്ല. ഉള്ളവരൊക്കെ മുറിച്ചും കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് ശീമപ്ലാവുകളൊന്നും ഇപ്പോൾ എങ്ങും കാണാനില്ല. ഇതിപ്പം പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. എന്തായാലും നല്ല ശീമച്ചക്കയായിരുന്നു. ഒരുപാട് വിളഞ്ഞതുമല്ല, എന്നാൽ ഒട്ടും വിളയാത്തതുമല്ല. നല്ല കറി വെക്കുന്ന പരുവമായിരുന്നു. ഇപ്പോൾ 50 രൂപയായിരുന്നു തോന്നുന്നത് ഇതിന്. 50 രൂപ 60 രൂപയൊക്കെയാണ് ഇപ്പോൾ ഒരു ശീമച്ചക്കയ്ക്ക്. അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. അങ്ങനെ വാങ്ങിയതാണ്. ഇത് പല രീതിയിൽ വെക്കാം. ഒന്നും നമുക്ക് മെഴുക്കുവരട്ടി പോലെ പച്ചമുളകൊക്കെ കീറി തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തോരൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് നമ്മൾ ഇറച്ചിയൊക്കെ തോരൻ വെക്കത്തില്ല, അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പിന്നെ ഉള്ളിയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാലപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ശീമച്ചക്ക അരിഞ്ഞതിട്ടിട്ട് ഇറച്ചി കറി വെക്കുന്ന പോലത്തെ വെക്കുവാണ് കേട്ടോ. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ ശീമച്ചക്ക അല്ലാതെ മെഴുക്കുവരട്ടി വെക്കാം, തീയൽ വെക്കാം. വറുത്തരച്ച് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് തീയൽ വെക്കാൻ ഏറ്റവും നല്ലതാണ് ശീമച്ചക്ക. പിന്നെ നമുക്ക് പുഴുങ്ങി തിന്നാം. മിക്കവാറും ആൾക്കാർ പുഴുങ്ങി തിന്നും. നല്ലോണം കുറച്ചുകൂടെ വിളയണം. ഈ പരുവമല്ല, കുറച്ചുകൂടെ വിളഞ്ഞിട്ട് തേങ്ങാപ്പാലും നല്ലോണം കൈവച്ച് ഞെവിടി പിഴിഞ്ഞൊഴിച്ച് പുഴുങ്ങി തിന്നുന്ന ഇഷ്ടമുള്ളവരുണ്ട്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ശീമച്ചക്കയുടെ വിലയൊക്കെ കുറയുകയും പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോഴും നമുക്ക് പുഴുങ്ങിയൊക്കെ തിന്നാം. ഇതിപ്പം പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇത് തോരൻ വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണിത്. പിന്നെ വയറ്റിനകത്ത് ഗ്യാസൊക്കെ ഉള്ളവർക്ക് ഇത് അത്ര ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് വയറിന് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ മിക്കവാറും ആൾക്കാർക്കും ഇത് നല്ല ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ശീമച്ചക്ക. ഇതൊക്കെ അതിൻ്റെ സീസണുകളിലാണല്ലോ നമുക്കിതൊക്കെ കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ ശീമച്ചക്ക തോരനാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് തേങ്ങ, മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ചതച്ച് ഇതിലോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങിയാൽ മതി. ഇങ്ങനെയാണ് ഞങ്ങൾ ശീമച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത്. പിന്നെ പല രീതിയിലും ഉണ്ടാക്കുന്നവർ കാണുമല്ലോ. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ശീമച്ചക്ക ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ശീമച്ചക്കയ്ക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതണം. അങ്ങനെ എൻ്റെ ശീമച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇപ്പം കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങി അത് കറി വെച്ച് നോക്കണം. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് കൊഞ്ചാണ് കിട്ടിയത്. കൊഞ്ചും അതേപോലെ ചാളയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് അടുക്കള മൂല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഒരുപാട് മീൻ, നല്ല ഫ്രഷ് മീൻ കിട്ടും. അതേപോലെ വിലക്കുറവും കാണും. പിന്നെ അത് ഈ കൊണ്ടുവന്ന് അപ്പോഴേ തീരുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. നല്ല മീനാണ്, നല്ല ഫ്രഷ് മീനായിരിക്കും കിട്ടുന്നത്. സാധാരണ ഈ കൊഞ്ചൊക്കെ കൊണ്ടുവന്നാൽ നമുക്കിങ്ങനെ നുള്ളി മുതുവെല്ലാം നോവും, ആകപ്പാട് ദേഷ്യം വരും. ഇത് പക്ഷേ നല്ല വലിയ കൊഞ്ചുമായിരുന്നു. അതുപോലെ നമുക്ക് നുള്ളാനും നല്ല എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് പെട്ടെന്ന് കൊഞ്ച് നുള്ളി എടുക്കുകയാണ്. നല്ല വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഇപ്പം ഇത്രയും എടുക്കത്തില്ല, ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഒരുപാട് 2 ദിവസത്തേക്കുണ്ട്. ഇന്ന് ഞങ്ങൾ തേങ്ങ വറുത്തരച്ച് തീയൽ പോലെ വെക്കാമെന്നാണ് കരുതിയത്. പണ്ടേ കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ വറുത്തരച്ച് തീയൽ വെക്കുന്നതാണ് ഒരു കറിയായിട്ട്, അങ്ങനെയാണ് വെക്കുന്നത് സാധാരണ. പക്ഷേ ഇത് മാങ്ങയും ഇട്ട് മുരിങ്ങക്കായ ഇട്ട് പച്ചയരച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് കുറച്ചുകൂടി ഇഷ്ടം. നല്ല ടേസ്റ്റും അതാണ്. കൊഞ്ചിൻ്റെ ആ ടേസ്റ്റ് കിട്ടുമ്പോൾ അപ്പോഴാണ്. പക്ഷേ തീയൽ വെക്കുന്നതാണ് എല്ലായിടത്തും ചെയ്യുന്ന ആദ്യം. അതുകൊണ്ട് പിന്നെ ഇന്ന് ഇവിടെ തീയൽ പോലെ വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കൊഞ്ച് വറുത്തരച്ച് തീയൽ വെച്ചിട്ടുണ്ട്, ശീമച്ചക്ക തോരൻ വെച്ചിട്ടുണ്ട്, ചോറുണ്ട്,
പിന്നെ അപ്പോഴാ കൊഞ്ചിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചാളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാള നല്ല പരിഞ്ഞിലൊക്കെ ഉള്ള ഇപ്പോഴത്തെ ചാളയ്ക്ക് നല്ല ടേസ്റ്റാണ്. അത് ഉടനെ കണ്ടപ്പോൾ ചേട്ടൻ ഇതുപോലെ വാഴയിലക്കകത്ത് പൊള്ളിച്ച് തിന്നണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 3-4 എടുത്ത് വാഴയിലക്കകത്ത് ഇങ്ങനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചുട്ട് എടുത്തതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ കറികൾ.